നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഹണി റോസിന് എന്താണൊരു കുഴപ്പം? നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീ, അവരുടെ ശരീരത്തിനുമുണ്ട് വേണ്ടുവോളം അഴക്. ഹണി റോസ് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ സഭ്യതയോടെയും നല്ല മര്യാദയോടെയും സർവരോടും ഇടപെടുന്നു. തൻ്റെ ആരാധകരെ നിരാശപ്പെടുത്താതെ അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, നൃത്തം ചെയ്യുന്നു, മാന്യമായ പ്രതിഫലം വാങ്ങുന്നു, തിരികെ പോകുന്നു. തനിക്ക് ചേരുന്ന വേഷങ്ങൾ വരുമ്പോൾ വിളിക്കുന്ന സിനിമകളിൽ പോയി അഭിനയിക്കുന്നു, അതിനും പ്രതിഫലം വാങ്ങുന്നു. അങ്ങനെ തൻ്റെ കഴിവുകൾ അവസരങ്ങളാക്കി മാറ്റി നന്നായി അധ്വാനിച്ച് ജീവിക്കുന്നു. പിന്നെ ബോബി ചെമ്മണ്ണൂർ, യാതൊരു വകതിരിവുമില്ലാത്ത ഒരു കോടീശ്വര കോമാളി. ഏതൊരു സ്ത്രീയെ കണ്ടാലും അശ്ലീലം പറഞ്ഞ് ആത്മരതി നേടുന്ന, പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ഞരമ്പ് രോഗി. ചെറിയ പെൺകുട്ടികളോട് പോലും ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന മ്ലേച്ഛൻ. സ്വന്തം ലൈംഗിക അവയവത്തെക്കുറിച്ച് പോലും വർണ്ണിക്കുന്ന ഈ ബോബി ചെമ്മണ്ണൂരിനെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്? നല്ല ഉശിരുള്ള പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞു ചെല്ലുമ്പോൾ അവർ ഇയാളുടെ കരണം പുകയ്ക്കും. അതോടെ തീരും ഇയാളുടെ ഈ ക്രിമികടി. അതിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഒരു വേദിയിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചു. അത് ഏതർത്ഥത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെയുള്ള വലിയ ഹൈന്ദവ പ്രണയിതാക്കളും ഇയാൾക്കെതിരെ പ്രതികരിച്ചില്ല. ഈ ദ്വയാർത്ഥ പ്രയോഗ അപമാനത്തിന് ശേഷം ഹണി റോസിനെ വീണ്ടും പല പരിപാടികളിലേക്കും ബോബി ചെമ്മണ്ണൂർ വിളിച്ചു. എന്നാൽ ആത്മാഭിമാനമുള്ള ഹണി റോസ് ഇയാളുടെ ഒരു പരിപാടിയിലും ഇനി മുതൽ താൻ പങ്കെടുക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. അന്നു മുതൽ പ്രതികാരവുമായി നടക്കുകയാണ് ഇയാൾ. ഹണി റോസ് പങ്കെടുക്കുന്ന പരിപാടികളിൽ വിളിച്ചില്ലെങ്കിലും പോയി അശ്ലീലങ്ങൾ പറയുക, സംസാരിക്കാൻ കിട്ടുന്ന സർവ്വവേദികളിലും ഹണി റോസിനെ അപമാനിക്കുക, ഇതൊക്കെയാണ് ഇയാളുടെ ഇപ്പോഴത്തെ സ്ഥിരം കലാപരിപാടികൾ. ചുരുക്കി പറഞ്ഞാൽ നല്ല ഒന്നാന്തരം അടികിട്ടേണ്ട പോക്രിത്തരങ്ങൾ. ധാരാളം പൈസയും കള്ളുമൊക്കെ വാങ്ങിക്കൊടുത്ത് കുറേ അധികം തെമ്മാടിക്കൂട്ടങ്ങളെ ഒപ്പം കൂട്ടി നടക്കുന്ന ഒരു വ്യവസായ ഗുണ്ടയാണ് ബോബി ചെമ്മണ്ണൂർ. അയാളുടെ കണ്ണിൽ ഏതൊരു സ്ത്രീയും കേവലം ഒരു ലൈംഗിക ഉപകരണം മാത്രം. ഉണരുന്ന സ്ത്രീ ശക്തി, ഉയരുന്ന സ്ത്രീ ശബ്ദം എന്നൊക്കെ വേദികളിൽ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരു സാഹിത്യ പ്രവർത്തകയെയും കലാകാരിയെയും സ്ത്രീയെ അപമാനിക്കുന്ന ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഒരു വരി എഴുതാനോ പോലും രംഗത്ത് കാണാനേ ഇല്ല. പ്രിയപ്പെട്ട ഹണി റോസ്, നിങ്ങൾ ധൈര്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക. ഈ മലയാള ദേശത്ത് ചങ്കൂറ്റമുള്ള ധാരാളം തൊഴിലാളി സ്ത്രീകളുണ്ട്. അവർ നിങ്ങൾക്കൊപ്പം അണിചേരും. ചെമ്മണ്ണൂർ വരുന്ന വേദികളിൽ അയാളെ കൂവിയാർത്ത് നാണം കെടുത്താനും ചെരുപ്പുമാലയണിയിച്ചും ചീമുട്ടകളെറിഞ്ഞും പ്രതികരിക്കാൻ ആത്മാഭിമാനമുള്ള അമ്മ പെങ്ങന്മാർ രംഗത്തിറങ്ങും. നമ്മുടെ രാജ്യത്തെ പോലും ഭാരതാംബ എന്ന് വിളിക്കുന്ന ഈ ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അപമാനങ്ങൾ നമ്മുടെ നീതിപീഠവും നോക്കി നിൽക്കില്ല. ബോബി ചെമ്മണ്ണൂരും അയാളുടെ ഈ അശ്ലീല പരാമർശങ്ങൾക്ക് കുടപിടിക്കുന്ന തെമ്മാടിക്കൂട്ടവും ഒക്കെ അഴിയെണ്ണാനുള്ള സമയത്തിന് ഇനി ദൈർഘ്യമില്ല. തലയിലൊരു നിക്കറിൻ്റെ ഇലാസ്റ്റിക്കം പിടിച്ചിട്ട് അന്ധന്മാരുടെ ഒരു കണ്ണടയും വിറ്റ് ചെയ്ത് വെള്ള നിറത്തിലുള്ള കോമാളി വേഷവും എടുത്തെടുത്ത് പണം കൊടുത്തെത്തിക്കുന്ന പ്രേക്ഷക വിഡ്ഢികളുടെ മുൻപിൽ പേക്കുത്താടുന്ന ബോബി ചെമ്മണ്ണൂരിന് ഹണി റോസ് എന്ന പേര് പറയാനുള്ള യോഗ്യത പോലുമില്ല. പ്രിയപ്പെട്ട ഹണി റോസ്, നിങ്ങൾ വശ്യസുന്ദരിയായ ഒരു സ്ത്രീയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെ കാണുവാൻ വേണ്ടി എത്തുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ തിരക്ക് കൂട്ടുന്നത്. നിങ്ങൾ വരിക, വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര തുടരുക. ആശംസകൾ.